إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ثم أما بعد അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളും മാറ്റിത്തീർക്കുവാൻ അറിവിന്റെയും കഴിവിന്റെയും പരമാവധി പരിശ്രമിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനകൾ പാലിക്കുന്നതിൽ എപ്പോഴും പരിശ്രമിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കടമകളെ സംബന്ധിച്ചാണ് സംസാരിച്ചു വന്നിരുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നമുക്കുള്ള ബാധ്യതകളെ സംബന്ധിച്ച് അതിൽ ഏറ്റവും അധികം പ്രധാനപ്പെട്ട വളരെയധികം വിശദീകരിക്കേണ്ട ഓരോ മുസ്ലിമും അങ്ങേയറ്റം പഠിക്കാനും അറിയാനും താല്പര്യം കാണിക്കേണ്ട ഒരു ഹക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്, അവിടെ നിന്ന് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്നത്, ഏറ്റവും അധികം മുൻഗണന കൊടുത്തിരുന്നത് എന്തെല്ലാം കാര്യങ്ങൾക്കാണ് എന്ന് മനസ്സിലാക്കുകയും ആ കാര്യങ്ങളെ അതേപോലെ ഇഷ്ടപ്പെടാനും പ്രാധാന്യം കൊടുക്കാനും മുൻഗണന കാണിക്കാനും തയ്യാറാവുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള പ്രധാനപ്പെട്ട ബാധ്യതകളിൽ ഒന്നാണ്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് എന്ന വ്യക്തിയെ അവന്റെ റസൂലായി തിരഞ്ഞെടുക്കുന്ന 40-ാമത്തെ വയസ്സിലാണ്. ആദ്യമായി വഹി അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ തിന്മകളും നടമാടിയിരുന്ന തന്റെ സമൂഹത്തിലേക്ക് എന്ത് കാര്യമാണ് ഏറ്റവും ആദ്യം പറഞ്ഞു കൊടുത്തത്, ആ സമൂഹത്തിലെ ഏത് തിന്മയാണ് ഏറ്റവും ആദ്യം വിലക്കിയത്, അവിടെ നിന്ന് ഏറ്റവും അധികം വൃത്തികെട്ട കാര്യമായി കണ്ടിരുന്നത് എന്തിനാണ്, അവിടെ നിന്ന് ഏറ്റവും അധികം പ്രാധാന്യമുള്ളതായി കണക്കാക്കിയിരുന്നത് ഏത് വിഷയത്താണ്, ഇതൊക്കെ അറിഞ്ഞിരിക്കൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തൊരു കാര്യം കൊണ്ട് ദഅവത്ത് തുടങ്ങിയോ അതേ കാര്യം കൊണ്ട് തന്നെ ദഅവത്ത് തുടങ്ങൽ അറിവുള്ള ആളുകൾക്ക്, ദഅവത്തിന് ഇറങ്ങിത്തിരിക്കുന്നവർക്ക് നിർബന്ധമാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ നമുക്ക് അല്ലാഹുവിന്റെ റസൂലുള്ള ഏറ്റവും നല്ല മാതൃക അത് ഓരോ വിഷയത്തിലുമുണ്ട്. അത് നമ്മൾക്ക് കൃത്യമായി പാലിക്കാൻ സാധിക്കണമെങ്കിൽ അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്, പ്രാധാന്യം കൊടുത്തത് എന്തിനാണ് എന്ന് മനസ്സിലാക്കൽ അനിവാര്യമാണ്. അതല്ലാതെ അതറിയാതെ ഒരാൾക്ക് ആ രൂപത്തിൽ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്നുള്ളത് സാധിക്കുന്ന കാര്യമല്ല. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ, ആ ജാഹിലിയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന ചുറ്റുപാട് എല്ലാ തരം തിന്മകളും നിറഞ്ഞതാണ്. ആ കൂട്ടത്തിൽ വ്യഭിചാരമുണ്ട്, മദ്യപാനമുണ്ട്, മറ്റെല്ലാ തോന്നിവാസങ്ങളുമുള്ള ആ നാട്ടുകാരോട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും ആദ്യമായി പറയാൻ നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല, നിങ്ങൾ മദ്യപിക്കരുത് എന്നല്ല,
ആ നാട്ടുകാരുടെ മറ്റെല്ലാ തിന്മകളും ഉണ്ടായിട്ടും അവരോട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും ആദ്യം കൽപ്പിക്കുന്ന ഹദീസുകൾ കാണാം. ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. നിങ്ങൾ ജനങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കും, അതിന്റെ വക്താക്കളാകുവിൻ, നിങ്ങൾക്ക് വിജയിക്കാം എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും ആദ്യം ജനങ്ങളോട് പറയുന്ന കാര്യം. എന്തേ? മദ്യപാനം ദീനിൽ ഹറാമല്ലേ? വ്യഭിചാരം ദീനിൽ ഹറാമല്ലേ? മറ്റുള്ള കാര്യങ്ങൾക്കും ദീനിൽ പ്രാധാന്യമില്ലേ? പ്രാധാന്യമുണ്ട്, തൗഹീദിന് ശേഷം മാത്രം. ഏറ്റവും അധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിൽ പ്രാധാന്യം കൊടുത്തിരുന്ന തൗഹീദാണ്. തൗഹീദ് കഴിഞ്ഞിട്ടേ മറ്റെന്തുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഏറ്റവും അടുത്ത സഹാബിയായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ ഒരുപാട് വസീയത്തുകൾ നൽകിക്കൊണ്ട് അദ്ദേഹത്തെ യമനിലേക്ക് പറഞ്ഞേക്കാം ദീൻ പഠിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി. ഇനി ഒരിക്കൽ കാണുമോ എന്ന് പോലും അറിയില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രധാനപ്പെട്ട വസീയത്തുകൾ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നക തഅതി ഖൗമൻ അഹ്ല കിതാബ്. നീ കടന്നു ചെല്ലുന്നത് അഹ്ല കിതാബുകാരാണ്. ആ സമൂഹം ജൂത നസറാണികളാണ്, തൗറാത്തിന്റെ ഇഞ്ചീലിന്റെ ആളുകളാണ്. ഫല്യകുൻ അവ്വല മാ തദ്ഉഹും ഇലൈഹി ഷഹാദതു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീ ആദ്യമായി അവരെ ക്ഷണിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്തിലേക്കാണ്. അഹ്ലു കിതാബുകാരിൽ നമുക്കറിയാം എന്തെല്ലാം തിന്മകളുണ്ട്, എന്തെല്ലാം തോന്നിവാസങ്ങൾ അവരിലുണ്ട്. നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമായിട്ട് പോലും ആ ആളുകളെ മറ്റുള്ള തിന്മകളിൽ നിന്ന് വിലക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവർക്ക് തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കാനാണ്. ഫൈൻഹും അതാഊക ലിദാലിക്. ഇനി അവർ നിന്നെ അതിൽ അനുസരിച്ചാൽ അവർക്ക് നീ 5 നേരത്തെ നിസ്കാരം നിർബന്ധമാണ് പഠിപ്പിച്ചു കൊടുക്കുക, അതിലനുസരിച്ചാൽ മാത്രം. കാരണം തൗഹീദ് ഇല്ലാത്തവൻ എന്ത് നിസ്കരിച്ചിട്ട് എന്ത് കാര്യം, നോമ്പെടുത്തിട്ട് എന്ത് കാര്യം? അവന്റെ എന്ത് പ്രവർത്തനങ്ങളും അതൊരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ യാതൊരു പ്രാധാന്യത്തിനില്ല. അവൻ കുറെ കഷ്ടപ്പെടുന്നുണ്ടാവും, പ്രയത്നിക്കുന്നുണ്ടാവും, ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നുണ്ടാവും. പക്ഷെ ആ പ്രവർത്തനങ്ങൾ റബ്ബിന്റെ അടുക്കൽ യാതൊരു പ്രാധാന്യമില്ല, റബ്ബ് അതിന് പ്രതിഫലം നൽകുകയില്ല. ഏറ്റവും അധികം അമലുകൾ ചെയ്തതാരാ ഈ ദുനിയാവിൽ? അള്ളാഹുവിന്റെ പടപ്പുകളിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലിനോട് അള്ളാഹ് പറയും, ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. റസൂലേ, നീ എങ്ങാനും ശിർക്ക് ചെയ്താൽ, താങ്കൾ എങ്ങാനും ശിർക്ക് ചെയ്താൽ താങ്കളുടെ അമലുകളെല്ലാം പൊളിഞ്ഞു പോകും, താങ്കൾ നഷ്ടക്കാരിൽ പെട്ടുപോകും, തീർച്ച. താങ്കൾ നരകത്തിലേക്ക് പോകും, സ്വർഗക്കാരനാവുകയില്ല തൗഹീദ് ഇല്ലാത്ത ഒരാൾ. അവൻ എത്ര അമലുകൾ ഉണ്ടെങ്കിലും ശരി, എത്രയൊക്കെ സാമൂഹ്യ സേവനങ്ങൾ ചെയ്ത ഒരാളാണെങ്കിലും ശരി, നാട്ടിന് എത്രയൊക്കെ ഗുണങ്ങൾ ഉണ്ടാക്കി കൊടുത്തൊരു വ്യക്തിയാണെങ്കിലും ശരി, തൗഹീദ് ഇല്ലാത്തവന് മറ്റെന്ത് പ്രവർത്തനങ്ങളും റബ്ബിന്റെ അടുക്കൽ ഉപകരിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ റസൂലിന്റെ ദഅവത്തിന്റെ പിന്നിലുള്ള ലക്ഷ്യം ഒരുപാട് ആളുകളെ പുറകെ കൂട്ടണം എന്നുള്ളതായിരുന്നില്ല, വലിയൊരു സംഘത്തെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതായിരുന്നില്ല, തന്റെ അധികാരത്തിന്റെ പരിധി വലുതാക്കണം എന്നുള്ളതായിരുന്നില്ല. മറിച്ച് തന്റെ മുന്നിലുള്ള ആളുകൾ എങ്ങനെയെങ്കിലും നരകത്തിന് രക്ഷപ്പെടണം എന്നുള്ളതായിരുന്നു. അത് മാത്രമേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അദ്ദേഹത്തിന്റെ ദഅവത്തിലുടനീളം ഉണ്ടായിരുന്നുള്ളൂ. ആ ലക്ഷ്യം കരസ്ഥമാക്കണമെങ്കിൽ, ഒരാൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഏറ്റവും മിനിമം അയാൾക്ക് തൗഹീദ് ഉണ്ടായിരിക്കണം. അതില്ലാത്തൊരുത്തന് ബാക്കി എന്തുണ്ടായിട്ടും അവൻ ഒരു കാലത്തും നരകത്തിന് പുറത്തു കടക്കുകയോ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഒരു കാലത്തും. കോടിക്കോടി വർഷങ്ങൾ അവൻ നരകത്തിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നാലും അവനൊരു സെക്കൻഡ് പോലും അവന് ശിക്ഷ നിർത്തലാക്കപ്പെടുകയില്ല, നരകത്തിനും പുറത്താക്കപ്പെടുകയില്ല. ഇത്രയും കാലം ശിക്ഷ അനുഭവിച്ചതല്ലേ എന്ന് വിചാരിച്ച് അവന് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയില്ല. ഏറ്റവും ആദ്യമായിട്ട് തൗഹീദാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഗൗരവത്തിൽ പറഞ്ഞത് തൗഹീദിന്റെ വിഷയമാണ്. നിങ്ങൾക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇസ്രാ മിറാജ് നടക്കുന്നത്, അങ്ങനെ 5 നേരത്തെ നിസ്കാരം പോലും നിർബന്ധമാക്കപ്പെടുന്നത് നബിയാക്കപ്പെട്ടതിന് ശേഷം തൗഹീദിന്റെ ദഅവത്ത് തുടങ്ങി 10 വർഷങ്ങൾക്ക് ശേഷമാണ്. 10 വർഷം മുഴുവൻ തൗഹീദ് തന്നെയാണ്, ആവർത്തിച്ച് തൗഹീദ് തന്നെ. തൗഹീദ് ഇല്ലാത്തവന് എന്ത് ചെയ്തിട്ടും അവന് ദീനിൽ യാതൊരു ഉപകാരമില്ല, ആ റബ്ബിന്റെ അടുക്കൽ അതവൻ എന്ത് ചെയ്യില്ല, പ്രതിഫലം കിട്ടുകയുമില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ആദ്യം പ്രാധാന്യം നൽകിയിരുന്നത്, ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദീനിൽ മുൻഗണന നൽകിയിട്ടുള്ളത് തൗഹീദിന്റെ വിഷയത്തിലാണ്.
അതിനോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാധാന്യം നൽകിയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ പ്രവർത്തനങ്ങൾ ഓരോന്നും അതെത്ര ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ അത് ഓരോന്നും ചെയ്യുന്നതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി മാത്രം ആഗ്രഹിക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെയധികം പ്രാധാന്യത്തോടെ പഠിപ്പിച്ചെന്ന കാര്യം. എന്നുവെച്ചാൽ ഒരുപാട് പ്രവർത്തിക്കുന്നതിനേക്കാളും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ റബ്ബിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഖിയാമത്ത് നാളിൽ ആളുകൾ നരകത്തിൽ പ്രവേശിക്കപ്പെടുമ്പോൾ ആ നരകത്തിൽ പ്രവേശിക്കുന്ന ആളുകളിൽ അവിടെ മുശ്രിക്കുകളുണ്ട്, അള്ളാഹുവിനെ നിഷേധിക്കുന്ന നിരീശ്വരവാദികളുണ്ട്, മറ്റുള്ള മതങ്ങളിൽ വിശ്വസിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റാത്ത ആളുകൾ, എല്ലാവരും നരകത്തിൽ പോവാൻ കാത്തു നിൽക്കുന്ന ആളുകൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും ആദ്യം നരകത്തിൽ പ്രവേശിക്കപ്പെടുക അവ്വലു മൻ തുസഅറു ബിഹിം അന്നാറു സലാസ, 3 വിഭാഗം ആളുകളാണ് ഏറ്റവും ആദ്യം നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുക. അതിൽ ഒന്നാമത്തെ വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത് ഒരു മുശ്രിക്കല്ല, കാഫിറല്ല, മറ്റേതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട ആളുകളൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിക്കുന്ന, അദ്ദേഹത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ച, പക്ഷേ അവന്റെ പ്രശ്നം എന്താ? അവനെ ഖിയാമത്ത് നാളിൽ കൊണ്ടുവരപ്പെടും. എന്നിട്ട് അവന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുത്ത പ്രവർത്തനങ്ങൾ, അനുഗ്രഹങ്ങൾ അവന് ബോധ്യപ്പെടുത്തും. അങ്ങനെ ആ അനുഗ്രഹങ്ങൾ അവൻ അംഗീകരിക്കും. എന്നിട്ട് ഈ അനുഗ്രഹങ്ങൾക്ക് പകരമായി നീ എന്താണ് ചെയ്തെന്ന് അല്ലാഹു ചോദിക്കുമ്പോൾ ഒന്നാമത്തെ വ്യക്തി പറയാം, റബ്ബേ ഞാൻ ഒരുപാട് ദീൻ പഠിച്ചിട്ടുണ്ട്, ഒരുപാട് ഇൽമു പഠിച്ചിട്ടുണ്ട്, ഞാൻ ഈ ഇൽമു മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, ഞാൻ നിന്റെ മാർഗത്തിൽ ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അല്ലാഹു അവനോട് തിരിച്ചു പറയും, കദബ്ത, നീ പറഞ്ഞ കളവാണ്, നീ പറഞ്ഞത് കളവാണ്. നീ ഇൽമു പഠിച്ചതും പഠിപ്പിച്ചതും ഖുർആൻ പാരായണം ചെയ്തതൊക്കെ ആളുകൾ നിനക്ക് ഇൽമുണ്ടെന്ന് പറയപ്പെടാൻ വേണ്ടി മാത്രമാണ്. അത് ദുനിയാവിൽ പറയപ്പെട്ടിട്ടുണ്ട്, നിനക്ക് അതേ ഉള്ളൂ പ്രതിഫലം, ഇവിടെ നിനക്കൊന്നുമില്ല. നീ എന്താണോ നിന്റെ പ്രവർത്തനം കൊണ്ട് ലക്ഷ്യമാക്കിയത് ആ പ്രതിഫലമേ നിനക്കുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയുകയും മുഖം നിലത്ത് കുത്തിയ അവസ്ഥയിൽ വലിച്ചഴിച്ചുകൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്യും. ഏറ്റവും ആദ്യം നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന വ്യക്തി ഇൽമുള്ള, ദീൻ പഠിപ്പിച്ച ഖുർആൻ പാരായണം ചെയ്തൊരു വ്യക്തി. എന്താ പ്രശ്നമായി? അവനുള്ള പ്രശ്നം എന്താ? അവൻ ആ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തത് ആളുകൾ അവനെപ്പറ്റി അങ്ങനെ വിചാരിക്കണം, ഇങ്ങനെ പറയണം, എല്ലാവരും എന്നെ അറിയണം, ഞാൻ അങ്ങനെയാണെന്ന് കരുതണം. അള്ളാഹുവിന്റെ തൃപ്തിയല്ലാത്ത മറ്റൊന്നും നമ്മൾ ആഗ്രഹിച്ചുകൂടാ ഒരു പ്രവർത്തനത്തിലും. അത് ആ പ്രവർത്തനത്തിന്റെ പ്രതിഫലത്തെ നഷ്ടപ്പെടുത്തി കളയുന്നു മാത്രമല്ല, ആ പ്രവർത്തനം നമുക്കെതിരായിത്തീരും. ആ പ്രവർത്തനം കാരണത്താൽ നമ്മൾ ശിക്ഷ കിട്ടുന്നവരായിത്തീരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ദുനിയാവിലെ ഏറ്റവും വലിയ നഷ്ടക്കാരനവനാണ്. പണ്ഡിതന്മാർ പറയാറുണ്ട്, ഒരാൾ ദുനിയാവിന്റെ പുറകെ പോയി ഹറാമുകൾ ചെയ്ത് തോന്നിവാസം ചെയ്ത് നരകത്തിൽ പോകുന്നൊരുത്തനേക്കാൾ വലിയ നഷ്ടക്കാരനാണ് ഒരുപാട് പഠിക്കുകയും ദീൻ പഠിക്കാനായി ഒഴിഞ്ഞിരിക്കുകയും അങ്ങനെ കഷ്ടപ്പെടുകയും എന്നിട്ട് നരകത്തിൽ പോകുന്ന ഒരുത്തനാണ് ഏറ്റവും വലിയ നഷ്ടക്കാരൻ എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. നമ്മൾ ഇഖ്ലാസ് ഉള്ളവരല്ലെങ്കിൽ വെറുതെ കഷ്ടപ്പെടേണ്ടതില്ല. ഇഖ്ലാസ് നമുക്ക് കൊണ്ടുവരുത്താൻ സാധിക്കുന്നില്ലെങ്കിൽ വെറുതെ പണിയെടുത്ത് നമ്മൾ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ നടക്കുന്ന വഴിയിലൂടെ കാണുന്ന കല്ലുകളൊക്കെ നമ്മുടെ സഞ്ചിയിൽ കയറ്റുന്ന പോലെയാണ്. ഒരു ഉപകാരം നമുക്ക് ചെയ്യുകയില്ല ഇഖ്ലാസ് ഇല്ലാത്ത പ്രവർത്തനങ്ങൾ. ഈ പറയുന്നതിന്റെ അർത്ഥം എന്തല്ല? ഇഖ്ലാസ് ഇല്ലെങ്കിൽ ദീൻ പഠനം നിർത്താനോ വീട്ടിൽ പോയി മറ്റെന്തെങ്കിലും കച്ചവടത്തിൽ ഏർപ്പെടാനൊന്നുമല്ല, മറിച്ച് ഇഖ്ലാസ് കൊണ്ടുവരുത്താൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കുക. അല്ലേ? സുഫിയാൻ സൗരി റഹിമഹുല്ലാ പറയാറുണ്ട്, മാ ആലജ്തു ശൈഅൻ അശദ്ദ അലയ്യ മിൻ നിയ്യതി. എന്റെ ജീവിതത്തിൽ നീയത്ത് ശരിയാക്കുന്നതിനോളം പണിപ്പെടുന്ന പ്രയാസമുള്ളൊരു കാര്യം എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടില്ല. അത്രത്തോളം പ്രയാസമുള്ളൊരു കാര്യം എനിക്ക് എന്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടില്ല. കാരണം ലിഅന്നഹാ തതഖല്ലബു അലൈ, കാരണം ആ നീയത്ത് മാറിക്കൊണ്ടേയിരിക്കും. നീയത്തിന്റെ സ്ഥാനം കൽബാണ്. കൽബിന് കൽബെന്ന് പേര് വരാൻ തന്നെ കാരണം അത് മാറി മറിയുന്നതായതുകൊണ്ടാണ്. ഈ മാറിക്കൊണ്ടിരിക്കുന്ന കൽബിൽ നീയത്തിനെ മാറാതെ പിടിച്ചു നിർത്തുക എന്ന് പറഞ്ഞാൽ വലിയ പണിയുള്ള കാര്യം തന്നെ, വലിയ പ്രയാസം. പക്ഷെ പ്രയാസപ്പെടുന്നവർക്കേ പ്രതിഫലമുള്ളൂ. മറ്റുള്ള ചിന്തകൾ ശൈത്താൻ ഇട്ട് തരുമ്പോൾ ആ ചിന്തകളെ മനസ്സിൽ നിന്ന് എടുത്തു കളയാം. അല്ല, ഞാൻ എൻ്റെ റബ്ബിന് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിൽ വീണ്ടും വിചാരം നടത്തുക. ആ നീയത്തിനെ ശരിയാക്കി കൊണ്ടേയിരിക്കുക. അങ്ങനെ തന്നെ മുന്നോട്ട് പോവാം. മറ്റൊരാളുടെയും തൃപ്തി നമുക്ക് ആവശ്യമില്ല.
എന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി എന്ത് ചെയ്യുക, ഓരോ പ്രവർത്തനങ്ങളും പ്രവർത്തിക്കുക. മൂന്നാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം പ്രാധാന്യം കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാര്യം, നമ്മുടെ പ്രവർത്തനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച് തന്ന രൂപത്തിൽ തന്നെ ആക്കുക എന്നുള്ളതാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന രൂപത്തിലോ ആളുകൾ നല്ലതല്ലേ എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളോ ഇതൊന്നും ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന റബ്ബിന്റെ അടുക്കലുള്ള പ്രതിഫലം നമുക്ക് കിട്ടൂല. അങ്ങനെ കിട്ടാനാണെങ്കിൽ പിന്നെ എന്തിനാ അള്ളാഹ് റസൂലിനെ അയക്കേണ്ട ആവശ്യം? മുസ്ലിമീങ്ങളോട് കൽപ്പിച്ചാൽ പോരെ, മുസ്ലിമീങ്ങളെ നിങ്ങൾക്ക് നല്ലതായി തോന്നുന്ന ചെയ്തോളൂ എന്ന് കൽപ്പിച്ചാൽ പോരെ? റസൂലിനെ അയക്കേണ്ട ആവശ്യം എന്താ? റസൂലിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അയച്ചത് എന്താണോ അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ അത് പ്രവർത്തിച്ച് കാണിച്ച് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അത് അങ്ങനെ ചെയ്താലേ അള്ളാഹ് തൃപ്തിപ്പെടുള്ളൂ. അങ്ങനെ തന്നെ ഇബാദത്ത് ചെയ്താലേ അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടുള്ളൂ. വെറുതെ കുറെ ചെയ്തിട്ട് കാര്യമില്ല. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മുടെ കൽപ്പനയില്ലാത്തൊരു കാര്യം ആരെങ്കിലും പ്രവർത്തിച്ചാൽ, ഞാൻ അങ്ങനെ ചെയ്യാൻ റസൂൽ പറയാണ്, ഞാൻ അങ്ങനെ ചെയ്യാൻ കൽപ്പിച്ചിട്ടില്ല. അവനോട് ഈ നിസ്കരിക്കാൻ ഞാൻ കൽപ്പിച്ചിട്ടില്ല. ഇങ്ങനെ നിസ്കാരം ദീനിലുണ്ടെന്ന് ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. ഇങ്ങനെ ഒരു നോമ്പ് പിടിക്കാൻ ഞാൻ കൽപ്പിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു പ്രവർത്തനം ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ ഫഹുവ റദ്ദുൻ, ആ പ്രവർത്തനം തള്ളപ്പെടും, റബ്ബിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടൂല. വെള്ളത്തിൽ വരച്ച വര പോലെ എന്ന് പറയാറുണ്ട്. വെറുതെ കുറേ ചെയ്യുന്നതിൽ കാര്യമില്ല, ചെയ്യാൻ പറഞ്ഞതുപോലെ ചെയ്യണം അല്ലേ? അതുകൊണ്ടല്ലേ ഖിയാമത്ത് നാളിൽ ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വഹാബത്തിനും ഈമാനുള്ള ആളുകൾക്കൊക്കെ ഹൗദിൽ നിന്ന് വെള്ളം കോരി കൊടുക്കുന്ന സന്ദർഭത്തിൽ ചില ആളുകൾ, നിസ്കാരത്തിന്റെ അടയാളങ്ങളുണ്ട്, വുളൂവിന്റെ പ്രകാശങ്ങൾ അവരിലുണ്ട്, ആ ആളുകൾ ഹൗദിന്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കി നിൽക്കെ തന്നെ മലക്കുകൾ അവരെ പിടിച്ച് നരകത്തിന്റെ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഉമ്മത്തി, അവരെന്റെ ഉമ്മത്താണ്. അപ്പൊ മലക്കുകൾ തിരിച്ചവരോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക്, താങ്കൾക്ക് ശേഷം എന്തൊക്കെയാണ് അവർ ദീനിൽ പുതുതായി ഉണ്ടാക്കിയതെന്ന് താങ്കൾക്കറിയില്ല റസൂലെ എന്ന് പറഞ്ഞ് അവരെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോവാൻ. പറഞ്ഞത് ചെയ്താൽ മതി, പറഞ്ഞതന്നെ ഇഷ്ടം പോലെ ചെയ്യാനിട്ട്. നമ്മുടെ വകയായിട്ടൊരു കാര്യം ദീനിൽ കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല. ദീൻ പൂർത്തീകരിച്ച് തന്നിട്ടുണ്ട്, പൂർണ്ണമാണ്. അല്യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന ആയത്തിറങ്ങുന്നത് ഹജ്ജത്തുൽ വദാഇലെ അറഫ ദിവസത്തിൽ വെച്ചാണ്. അന്ന് തന്നെ ദീൻ എന്ത് ചെയ്തിട്ടുണ്ട്? പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പൂർത്തീകരിക്കപ്പെട്ട ദീനിൽ നമ്മുടെ വകയായിട്ട് ഒന്നിന്റെ ആവശ്യമില്ല. ഒരു കാര്യത്തിന്റെയും, വിശ്വാസങ്ങളായിക്കോട്ടെ ഇബാദത്തുകളായിക്കോട്ടെ, ഒന്നിന്റെയും ആവശ്യം ഈ ദീനിലില്ല. എങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് വിട്ടേച്ചു പോയത് അങ്ങനെ തന്നെ നമ്മൾ പിൻപറ്റുക. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത് പോലെ, ഇത്തബിഉ വലാ തബ്തദിഉ ഫഖദ് കുഫീതും, നിങ്ങൾ പിൻപറ്റിയാൽ മതി മനുഷ്യരെ, മുസ്ലിമീങ്ങളെ നിങ്ങൾക്ക് പിൻപറ്റേണ്ട ബാധ്യതയുള്ളൂ. നിങ്ങൾക്ക് നരകത്തിൽ രക്ഷപ്പെടണോ, സ്വർഗത്തിൽ പ്രവേശിക്കണോ, അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കണോ, നിങ്ങൾക്ക് പിൻപറ്റേണ്ട ബാധ്യതയേ ഉള്ളൂ. വേറൊന്നും നിങ്ങൾ അള്ളാഹ് ഏൽപ്പിച്ചിട്ടില്ല. പിൻപറ്റുക എന്ന് പറഞ്ഞാൽ ഒരാൾ നടന്നാൽ ആ കാലിന്റെ പുറകിൽ അങ്ങനെ തന്നെ നടക്കുക, ആ കാൽപ്പാടുകൾ വെച്ച് അതേ സ്ഥലത്ത് തന്നെ വെച്ച് അങ്ങനെ പിന്നാലെ നടക്കുക. വലാ തബ്തദിഉ, നിങ്ങൾ പുതുതായി ഒരു കാര്യം ചെയ്യണ്ട. ഫഖദ് കുഫീതും, നിങ്ങൾ മതിയാക്കപ്പെട്ടവരാണ്. നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ റബ്ബിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ, സ്വർഗത്തിൽ പ്രവേശിക്കാൻ, അതെല്ലാം നിങ്ങൾക്ക് പഠിപ്പിച്ച്, നിങ്ങൾക്ക് ഇനി ഒന്നും നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. നിങ്ങൾ മതിയാക്കപ്പെട്ടവരാണ് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത് വളരെയധികം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്ത് ചെയ്യട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്ത കാര്യങ്ങളെ അതേ പ്രാധാന്യത്തോടുകൂടെ ഹൃദയത്തിൽ സൂക്ഷിക്കുവാനും, അങ്ങനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കാര്യങ്ങളും അതേ രീതിയിൽ തന്നെ അതേ പ്രാധാന്യക്രമത്തോടുകൂടി തന്നെ കണക്കാക്കി ഏറ്റവും കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റുന്ന ആളുകൾ റബ്ബ് സുബ്ഹാനഹു വ തആല ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇൽ മുഅ്മിനീൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഗഫൂറുർ റഹീം.
ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമുക്കുള്ള ബാധ്യതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായ അദ്ദേഹം നൽകിയ പ്രാധാന്യത്തെ, ആ പ്രാധാന്യത്തിന്റെ അളവോടുകൂടി ഓരോ കാര്യങ്ങളെയും കണക്കാക്കുക എന്നുള്ള വിഷയം, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അത് ഇൽമ് പഠിക്കലാണ്. ഇൽമ് പഠിക്കലും പഠിപ്പിക്കലുമാണ്. അല്ലേ? ഹദീസുകൾ കാണാം, ഒരുപാട് നൂറുകണക്കിന് ആയത്തുകളും ഹദീസുകളും ഇൽമിന്റെ ശ്രേഷ്ഠത പഠിപ്പിച്ചു തരുന്നുണ്ട്. മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. അള്ളാഹു ആരെ കൊണ്ടാണോ ഖൈർ ഉദ്ദേശിച്ചിട്ടുള്ളത് അവർക്ക് ഈ ദീനിൽ അവഗാഹം നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഹദീസുകൾ, എത്രത്തോളം ചില ഹദീസുകളിൽ കാണാം, ഈ ദുനിയാവിലെ ഓരോ ചരാചരങ്ങളും, ആകാശത്തെ പറവകളും സമുദ്രത്തിലെ മത്സ്യങ്ങളും മാളങ്ങളിലെ ഉറുമ്പുകൾ പോലും ജനങ്ങൾക്ക് ഖൈർ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മൾ ഇൽമ് പഠിപ്പിക്കുന്ന ജനങ്ങൾക്ക് തൗഹീദും സുന്നത്തും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരാളാണെങ്കിൽ ഒരു സെക്കൻഡ് മുറിയാതെ, എല്ലാ സമയത്തും രാവും പകലും ഇല്ലാതെ, ഓരോ സെക്കൻഡിലും നമുക്ക് വേണ്ടി ഓരോ ചരാചരങ്ങളും ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂലുമാരും അമ്പിയാക്കന്മാരും പിന്നെ ആ അമ്പിയാക്കന്മാരുടെ സ്വഹാബത്തീങ്ങളും അനുചരന്മാരും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ സ്ഥാനം സ്വർഗത്തിൽ ഇൽമു പഠിക്കുന്ന ആളുകൾക്കാണ്. ഏറ്റവും വലിയ സ്ഥാനം. നമ്മളെപ്പോലെ ഒരു സാധാരണക്കാരന് സ്വർഗത്തിൽ എത്തിപ്പിടിക്കാൻ പറ്റുന്നതിന്റെ ഏറ്റവും ഉയർന്ന പദവി അത് ദീൻ പഠിക്കുന്നവർക്കാണ്. ദീൻ പഠിച്ചു വലിയ ആലിമാകണമെന്നില്ല, ഒരുപാട് മസലകൾ പഠിച്ചു തീരണമെന്നില്ല, എത്ര കിതാബുകൾ പഠിച്ചു തീരണമെന്നില്ല. മൻ ത്വലബൽ ഇൽമ ലിയുഹിയ ബിഹിൽ ഇസ്ലാം ഫഹുവ മിനസ് സിദ്ദീഖീൻ വദറജതുഹു ബഅദ ദറജത്തിൻ നുബുവ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്ന വാക്കാണ്. ആരാണോ ഇസ്ലാമിനെ ജീവിപ്പിക്കാൻ വേണ്ടി, മറ്റ് നിയത്തുകളൊന്നുമില്ല, മറ്റ് ലക്ഷ്യങ്ങളോ ആഗ്രഹങ്ങളൊന്നുമില്ല, ഇസ്ലാമിനെ ജീവിപ്പിക്കണം, തന്റെ ജീവിതത്തിൽ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ നടപ്പിലാക്കണം, അങ്ങനെ എന്നിൽ ഇസ്ലാം ജീവിക്കണം, മറ്റുള്ളവർക്കത് പറഞ്ഞു കൊടുക്കണം, അങ്ങനെ മറ്റുള്ളവരിലും ഇസ്ലാം ജീവിക്കണം, ഈ ഒരു ലക്ഷ്യം മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ആരാണോ ഇൽമ അന്വേഷിക്കുന്നത് അവൻ ഒന്നും എവിടെ എത്തിയിട്ടില്ലെങ്കിലും, അവൻ പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂവെങ്കിലും ഈ ലക്ഷ്യം മാത്രമേ അവനുള്ളെങ്കിൽ അവൻ മരിക്കുമ്പോൾ എത്തിച്ചേരുക അവിടെയായിരിക്കും, സ്വർഗത്തിലെ ഏറ്റവും വലിയ സ്ഥാനത്ത്. ദീനുൽ ഇസ്ലാം അത്രയധികം പ്രാധാന്യം നൽകിയിട്ടുള്ള വിഷയമാണ് ഇൽമ. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറയാറുണ്ട്, ദുനിയാവിൽ എന്തെല്ലാം ഖൈർ, ദുനിയാവിലും ആഖിറത്തിലും എന്തെല്ലാം ഖൈറുണ്ടോ അതിന്റെ എല്ലാത്തിന്റെയും അസ്ലി ഇൽമാണ്. ദുനിയാവിലും ആഖിറത്തിലും എന്തെല്ലാം ഷർറുണ്ടോ അതിന്റെ എല്ലാത്തിന്റെയും അസ്ല് ജഹിലാണ്, അറിവില്ലായ്മ. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരിക്കലും ഒരു അറാബി കടന്നു വരികയാണ്. എന്നിട്ട് ആ അറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അൽ മർഉ യുഹിബ്ബുൽ ഖൗമ വലമ്മാ യൽഹഖ് ബിഹിം. ഒരു വ്യക്തി ഒരു സമൂഹത്തെ ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ അവന് ആ സമൂഹത്തെ പോലെ ആവാൻ പറ്റുന്നില്ല. അവരുടെ അത്രയും ഈമാനിന്റെ കരുത്തുകൊണ്ടോ ഇബാദത്തുകൾ കൊണ്ടോ എന്നും ഇവൻ ആ സമൂഹത്തെ പോലെ ആകാൻ സാധിക്കുന്നില്ല. പക്ഷെ ഇവൻ അവരെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ നിന്ന് അവൻ അള്ളാഹുവിനോട് ഇവർ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഒരാളുടെ അവസ്ഥ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിക്ക് കൊടുക്കുന്ന മറുപടി, അൽ മർഉ മഅ മൻ അഹബ്ബ യൗമൽ ഖിയാമ. ഓരോ വ്യക്തിയും അവൻ ആരെയാണോ ഏറ്റവും അധികം ഈ ദുനിയാവിൽ ഇഷ്ടപ്പെടുന്നത് അവരുടെ കൂടെയായിരിക്കും ഖിയാമത്ത് നാളിൽ ഓരോരുത്തരും. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നാം ഏറ്റവും വലിയ ഇഷ്ടത്തിന് ആർക്കാണോ സ്ഥാനം നൽകിയിട്ടുള്ളത് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ പരിശോധിക്കേണ്ട വിഷയമാണ്. ഈ ഹദീസ് കേട്ടിട്ട് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ മുസ്ലിം ആയതിനു ശേഷം
ഇത്രയധികം സന്തോഷിച്ച വേറൊരു ദിവസം എൻ്റെ ജീവിതത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഞാൻ അബൂബക്കറിനെ ഉമറിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അവരുടെ അത്രയും അമലുകൾ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും അവരോടുള്ള ഇഷ്ടം കാരണത്താൽ എനിക്ക് അവരുടെ ദർജയിൽ അവരോടൊപ്പം സ്വർഗത്തിൽ എത്താൻ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാം. ഇഷ്ടം, മഹബത്ത്, സ്നേഹം എന്നുള്ളത് നമുക്ക് തോന്നിയതുപോലെ എന്തിനേയും എപ്പോഴും എങ്ങനെയും ഇഷ്ടപ്പെടുക എന്നുള്ളത് ഒരു മുസ്ലിമിന് പാടില്ലാത്തതാണ്. ഒരു മുസ്ലിമിന്റെ ഇഷ്ടം എന്നുള്ളത് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്. മൻ അഹബ്ബ ലില്ലാഹ് വഅബ്ഗദ ലില്ലാഹ് വഅഅത ലില്ലാഹ് വമനഅ ലില്ലാഹ് ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. ആരാണോ അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുന്നത്, അള്ളാഹുവിന് വേണ്ടി വെറുക്കുന്നത്, അള്ളാഹുവിന് വേണ്ടി കൊടുക്കുന്നത്, അള്ളാഹുവിന് വേണ്ടി തടയുന്നത്, അവന്റെ ഈമാൻ പരിപൂർണമായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാം. ഒരു മുസ്ലിം ഏറ്റവും അധികം ഇഷ്ടപ്പെടേണ്ടത് അതൊരു വ്യക്തി ആയിക്കോട്ടെ, ഒരു പ്രവർത്തനമായിക്കോട്ടെ, ഒരു സ്ഥലമായിക്കോട്ടെ, എന്തുമാകാം. അവൻ ഒരു കാര്യത്തെ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാതിരിക്കുന്നതൊക്കെ അവന് തോന്നിയതുപോലെ ആയിരിക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രത്തോളം ഈ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നുണ്ടോ അത്രത്തോളമേ അവൻ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുള്ളൂ, ആ പ്രവർത്തനത്തെയും ഇഷ്ടപ്പെടുള്ളൂ. ഏറ്റവും അധികം ഒരു മുസ്ലിം അതുകൊണ്ട് തന്നെ ഈ പടപ്പുകളിൽ ഇഷ്ടപ്പെടുക അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അത് കഴിഞ്ഞ് മറ്റുള്ള നബിമാരും മുർസലീങ്ങളും. അത് കഴിഞ്ഞാൽ പിന്നൊരു മുസ്ലിം ഏറ്റവും അധികം ഇഷ്ടപ്പെടുക പടപ്പുകളിൽ സ്വഹാബത്തിനെയാണ്. ഏറ്റവും അധികം സ്വഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്രയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ അത്രയധികം സ്നേഹിച്ചിട്ടുണ്ട്. സ്വഹാബത്ത് തിരിച്ചും അങ്ങനെ തന്നെ. സ്വഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയത്തിലുള്ള സ്ഥാനം നമ്മളെങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും സ്വഹാബിയാകാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം നമ്മൾ ചെയ്തേനെ. എന്തും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതിന്റെ പരമാവധി നമ്മൾ ചെയ്തേനെ. അത്രയും വലിയ സ്ഥാനമാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയത്തിൽ സ്വഹാബത്തിനോടുണ്ടായിരുന്നത്. അതിലൊരു സംഭവം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അബൂബക്കറും ഉമറും തമ്മിലുള്ള ഒരു വാക്ക് തർക്കം. സ്വാഭാവിക മനുഷ്യരാവും, മാനുഷികമായിട്ടുള്ള അപാകതകൾ സംഭവിക്കും. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇടയ്ക്ക് എന്ത് ചെയ്തു, അത് അറിയാതെ ഉമർ റളിയല്ലാഹു അൻഹു കയർത്ത് സംസാരിച്ചു പോയി. ദേഷ്യപ്പെട്ടെന്തോ സംസാരിച്ച് വാക്കിലെന്തോ മിസ്റ്റേക്ക് വന്നുപോയി. അത് തെറ്റാണെന്ന് ഉടനെ തന്നെ മനസ്സിലാക്കിയപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ ബിൻ ഖത്താബിനോട് ആ വിഷയത്തിൽ അങ്ങനെ പറഞ്ഞു പോയതിൽ എനിക്ക് മാപ്പ് തരണം, പൊരുത്തപ്പെട്ട് തരണം, പുറത്തു തരണം എന്ന് ചോദിച്ചപ്പോൾ ഉമർ ബിൻ ഖത്താബ് ദേഷ്യത്തോടെ എന്ത് ചെയ്തു, പിന്തിരിഞ്ഞു കളഞ്ഞു. ആ വാക്കിന് പുറത്തു തരാൻ വേണ്ടി അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പുറകിലേ പോയി, പിന്നാലെ പോയി. പക്ഷെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മുഖത്ത് വാതിലടച്ച് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, വീട്ടിനകത്തേക്ക് കയറിപ്പോയി. അബൂബക്കർ റളിയല്ലാഹു അൻഹു വിഷമത്തോടെ എന്ത് ചെയ്തു, ഈ വിഷയത്തിൽ അങ്ങനെ പറഞ്ഞു പോയതിലുള്ള വിഷമം കാരണത്താൽ കുറെ നേരം സങ്കടപ്പെട്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ വരവ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്തോ പന്തികേടുണ്ട്, എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും ചോദിച്ചില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടെ ഇരുത്തി സമാധാനിപ്പിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഉമർ ബിൻ ഖത്താബിന് ദേഷ്യമൊക്കെ ഇറങ്ങിയപ്പോൾ മാറിയപ്പോൾ ഉമർ ബിൻ ഖത്താബിന് മനസ്സിലായി ഒന്നുമില്ലെങ്കിൽ അബൂബക്കർ അല്ലേ, ഞാൻ അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു, അങ്ങനെ പ്രതികരിക്കാൻ പാടില്ലായിരുന്നു എന്ന കുറ്റബോധത്തോടെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവോട് മാപ്പ് ചോദിക്കാൻ വേണ്ടി കടന്നു വരുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു വീട്ടിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തായിരിക്കും ഉണ്ടാവുക എന്ന് മനസ്സിലാക്കിയപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് പോവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ ബിൻ ഖത്താബിന്റെ മുഖം ദൂരെ നിന്ന് കണ്ടപ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യം കൊണ്ട് മുഖം ചോക്കാണ്. അബൂബക്കർ റളിയല്ലാഹു സ്വഹാബത്ത് പറയാറുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതുപോലെ ദേഷ്യപ്പെട്ടത് ഞങ്ങൾ വളരെ അപൂർവ്വം കണ്ടിട്ടുള്ളൂ. അത്രയധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദേഷ്യം കണ്ടിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂലേ എന്റെ ഭാഗത്താണ് തെറ്റ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഭാഗത്താണ് തെറ്റ്, എന്റെ ഭാഗത്ത് ഞാനാണ് തെറ്റ് പറ്റിപ്പോയി, ഞാനാണ് മിസ്റ്റേക്ക് പറ്റി, ഞാനാണ് അങ്ങനെ പറഞ്ഞു പോയത്, ഞാനാണ് എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നുണ്ട്, സമാധാനിപ്പിക്കുന്ന, ദേഷ്യം അടക്കിപ്പിക്കുന്നുണ്ട്. പക്ഷേ ദേഷ്യം അടങ്ങുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശക്തമായ ദേഷ്യത്തോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ബിൻ ഖത്താബിനോട് ഒരുപാട് കാര്യങ്ങൾ പറയാം. വളരെ ശ്രദ്ധിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സ്വഹാബത്തിനോടുള്ള ഇഷ്ടം
ഇതുപോലത്തെ നൂറുകണക്കിന് സംഭവങ്ങൾ ആയത്തുകളിലൂടെയും ഹദീസുകളിലും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അല്ലേ? എത്രത്തോളം ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ വആയത്തുൻ നിഫാഖി ബുഗ്ദുൽ അൻസാർ. അൻസാരികളെ ഇഷ്ടപ്പെടുക എന്നുള്ളത് ഒരാൾ ഈമാനിന്റെ അടയാളമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ ഒരാളുടെ ഹൃദയത്തിൽ അൻസാരികളോട് വെറുപ്പുണ്ടാവുക എന്നുള്ളത് അത് അയാളുടെ മനസ്സിൽ ഈമാനല്ല നിഫാഖാണ് എന്നുള്ളതിന്റെ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാം. അൻസാരികളുടെ അവസ്ഥ പോലും അങ്ങനെയാണെങ്കിൽ പിന്നെ മുഹാജിറുകളും അശറത്തുൽ മുബശ്ശിരീന്റെ ഒക്കെ അവസ്ഥ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ നമ്മൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശരിയായ രൂപത്തിൽ പിൻപറ്റാൻ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം പ്രാധാന്യം കൽപ്പിച്ച വിഷയങ്ങളുടെ പ്രാധാന്യം അതെത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്ത വിഷയങ്ങളെ അത്രത്തോളം പ്രാധാന്യം കൊടുത്ത് അദ്ദേഹം ഏറ്റവും അധികം ഗൗരവത്തിൽ താക്കീത് ചെയ്ത വിഷയങ്ങളെ അതേ ഗൗരവത്തിൽ തന്നെ ഉൾക്കൊണ്ട് ജീവിതത്തിൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുവാൻ നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.